നെഗറ്റീവ് ചിന്തകൾ വരുമ്പം ഈ ആളുകളുടെ മുന്നിൽ ഈ കുട്ടിയും ഈ കുട്ടിയുടെ പാരൻസും തളർന്നു പോകും. ഇപ്പോൾ ഒരു പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരിക്കും. പഠിക്കാൻ വിടുമ്പോഴും അവിടെയും പരിഹാസ വാക്കുകൾ ഉണ്ടാവും. എവിടെ നോക്കിക്കഴിഞ്ഞാലും പരിഹാസ വാക്കുകൾ കേൾക്കേണ്ടി വരും. ഇപ്പം ഈ കുട്ടി എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ പറയണതെന്ന് ചിന്തിക്കും. ഞാനും ഇപ്പോൾ സാധാ ഒരാളല്ലേ എന്ന് ചിന്തിക്കും. അപ്പം ആ ചിന്താഗതി കുട്ടിയുടെ മനസ്സിൽ വല്ലാതെ വിഷമമുണ്ടാക്കും. എനിക്കിങ്ങനൊരു കുറവ് തന്നത് കൊണ്ടല്ലേ ആളുകൾ എന്നെ കളിയാക്കുന്നത് എന്നുള്ള ആ ഒരു മനോഭാവം കുട്ടിയിൽ വരും. അപ്പം പാരൻസായ നമ്മളാണ് തിരുത്തി പറഞ്ഞു കൊടുക്കേണ്ടത്. എൻ്റെ കുട്ടി ഡിസേബിളല്ല. അവർക്ക് ഇനി അടുത്ത വ്യക്തികളെ ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരാളും കൂടെ ഉണ്ട്. ഇനി സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിനോട് പറയാം, ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നടക്കുമ്പം ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നുണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ടില്ലേ എന്ന് പറയും. ഈ വീൽ ചെയറിലും വാക്കറിലും നടക്കുന്ന വ്യക്തികൾക്ക് ഇതൊന്നും ഉപയോഗിച്ച് നടക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരുടെ അവസ്ഥ, അവരുടെ സാഹചര്യം അതിന് ഒക്കാത്തത് കൊണ്ടാണ്. അപ്പം അവിടെ പറയേണ്ടത് ഒക്കെ അള്ളാഹു തന്നതല്ലേ, അള്ളാഹു തന്നെ മാറ്റിത്തരും. അത് പറയുമ്പം ഇപ്പം ഞാൻ പറഞ്ഞു തളർന്നു പോയൊരു മനുഷ്യനെ സപ്പോർട്ട്. അപ്പോൾ തളർന്നു പോയതും അള്ളാഹു കൊടുത്ത ഒരിതാണ്. ഈ സമൂഹം വിചാരിക്കുന്ന ചിന്താഗതി എന്ന് വെച്ചാൽ പണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡിസേബിളാണോ എന്താണ് എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ചില ആളുകൾ പറയും ഇങ്ങനെയുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അബോർഷൻ ചെയ്ത് കളഞ്ഞോളാം. കാരണം അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഓർക്കും കൂടെ ഒരു ബാധ്യതാവുമെന്ന് പേടിച്ചിട്ട്. കാരണം അങ്ങനെയുള്ളൊരു കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഈ ബാക്കിയുള്ള ആളുകൾക്കും കൂടെ ഒരു ബാധ്യത ആകുമോ എന്ന് വിചാരിച്ചിട്ട്, കാരണം ഈ കുട്ടി എന്താ പറയുക, നിങ്ങൾ ഒരിക്കലും ഈ കുട്ടി ഞങ്ങൾക്കൊരു ബാധ്യതയല്ല, ഈ കുട്ടിക്ക് എല്ലാം കഴിയും, എന്താ പറയുക, ഒരു ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഒരു കഴിവും ഇല്ലാത്തതായിട്ടില്ല. പടച്ചവൻ പടച്ചത് ഒരു മനുഷ്യനെ പടച്ചവൻ പടയ്ക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക്, ആ മനുഷ്യന് ഒരു വ്യക്തി ഏൽപ്പിക്കും.
അപ്പം ആ വ്യക്തി ഈ വ്യക്തിൻ്റെ അടുത്ത് സുരക്ഷിതമാണ് എന്ന് അള്ളാഹ്ക്കറിയാം. അങ്ങനെ അറിയുന്ന ഒരു വ്യക്തി ആവുമ്പോഴാണ് ആ വ്യക്തിൻ്റെ കയ്യിൽ ഇയാളെ ഏൽപ്പിക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനൊരു ഇതുണ്ട്, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് 4 ചുമരുകൾക്കുള്ളിൽ ഈ കുട്ടിയെ ഒതുക്കി നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഈ സമൂഹത്തിൻ്റെ ചിന്താഗതി എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളുള്ള പാരൻസിന് എവിടെയും പോവാൻ കഴിയില്ലല്ലോ, എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഉള്ള പണ്ട് എന്ന് വെച്ചാൽ നമ്മളെ മാതാപിതാക്കൾക്ക് തളർന്നു പോയ ഒരു വ്യക്തിനോട് പോയിട്ട് നിങ്ങൾക്ക് എഴുന്നേക്കാൻ കഴിയണില്ലല്ലേ, എന്താ ചെയ്യുക, ഇപ്പോൾ പഠിച്ചോൻ തന്നൊരു ഇതാണിത്, എന്തപ്പോൾ ചെയ്യുക, നിങ്ങളുടെ പാരൻസിൻ്റെ കാലം കഴിയുന്നവരെ ഉണ്ടാവൂലേ, അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക. അങ്ങനെ അത് ഒന്നാമത്തെ വ്യക്തി. പിന്നെ രണ്ടാമത്തെ വ്യക്തി പറഞ്ഞാൽ പിന്നെ വാക്കറിൽ നടക്കുന്ന ആളുകളാണ്. അപ്പം അവിടെ ഒരു ചോദ്യം, അടുത്ത ചോദ്യം കേട്ടോളൂ. പിന്നെ ഈ വാക്കറിൽ നടക്കുന്ന ഒരാളല്ലേ, വാക്കറിൽ നടക്കുമ്പം അതിൽ നടക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറാലേ, നിന്റെ പാരൻസ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുട്ടീനെ ആര് നോക്കൂ, അതുവരെ ഇവർക്കൊരു സുഖം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ആ സുഖമൊക്കെ നഷ്ടപ്പെടൂലേ എന്ന് ചിന്തിക്കും. ആ സുഖമൊക്കെ നഷ്ടപ്പെടൂലേ, എന്താ ചെയ്യുക അല്ലാ എന്നൊരു